ശ്രേഷ്ഠരെ, സദസ്സിലുള്ള പണ്ഡിതന്മാരായ സഹോദരന്മാരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ഇസ്ലാം മതത്തിന്റെ മാനവിക സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള പ്രസ്ഥാനമാണ് നിങ്ങളുടെ പ്രസ്ഥാനം. മാത്രമല്ല, ഇസ്ലാമിക സംസ്കാരവും പ്രബുദ്ധതയും പരിരക്ഷിക്കുന്നതിൽ സമസ്ത വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പള്ളി ദർസുകൾ, അറബി കോളേജുകൾ, മറ്റ് വിജ്ഞാന കേന്ദ്രങ്ങൾ തുടങ്ങി സമസ്തയുടെ പ്രവർത്തന മേഖലകൾ അതിവിപുലമായതാണ്. നമ്മുടെ സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യയുടെ ഏതാണ്ട് 25.66% വരുന്ന ഇസ്ലാം മതവിശ്വാസികൾ മറ്റു പരിഗണനകളിൽ നിന്നും വ്യത്യസ്തരാണ്. ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് വളരെ നേരത്തെ തന്നെ ഇസ്ലാമിന്റെ വ്യാപനം എത്തിയത് ദക്ഷിണേന്ത്യയിലേക്ക്. അറബ് കച്ചവടക്കാരും മതപ്രബോധകരും ജീവിത വിശുദ്ധിയും സ്വഭാവ മഹിമയും കൈമുതലാക്കി കേരളത്തിൽ മതപ്രചാരണം നടത്തിയിരുന്നു. അറേബ്യൻ ഇസ്ലാമുമായുള്ള ഈ ബന്ധം കേരളീയ ഇസ്ലാം മതവിശ്വാസികളെ വ്യതിരിക്തരാക്കുന്ന കാര്യങ്ങളൊന്നായി കാണാൻ നമുക്ക് കഴിയും. മുസ്ലിം ജനവിഭാഗവും മുസ്ലിങ്ങളല്ലാത്ത ജനവിഭാഗവും തമ്മിൽ ഭാഷാപരമായ ഒരു പ്രശ്നം ഇവിടെയില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഒരു വ്യത്യാസവുമില്ലാതെ ദ്രാവിഡ ഭാഷയായ മലയാള ഭാഷയാണ് ഇവിടെ ഏവരും ഉപയോഗിക്കുന്നത്. കേരളത്തിലെ മുസ്ലിം ജനവിഭാഗം ഒരിക്കലും വലിയ തോതിൽ ഉറുദു മാതൃഭാഷയായി ഉപയോഗിക്കുകയുണ്ടായില്ല എന്നത് പ്രത്യേകം കാണേണ്ട ഒരു കാര്യമാണ്. മതവിശ്വാസത്തിന്റെ പേരിൽ ചിലയിടങ്ങളിലുണ്ടായ മോശം പ്രവണതകളെ ചെറുത്ത് തോൽപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ മതനേതൃത്വം പുലർത്തിയ ജാഗ്രത അഭിനന്ദനാർഹമാണ്. ചരിത്രം ഒരിക്കലും ആവർത്തിക്കുകയില്ല എന്ന സാർവത്രിക വിശ്വാസത്തിന് വെല്ലുവിളി ഉയർത്തുന്ന സംഭവങ്ങളാണ് നമ്മുടെ രാജ്യത്തും അമേരിക്കയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിന് തൊട്ടു മുൻപാണ് ജർമ്മനിയിലെ നാസിസവും ഇറ്റലിയിലെ ഫാസിസവും പോലുള്ള ഏകാധിപത്യ പ്രത്യയശാസ്ത്രങ്ങളുടെ പിറവിക്ക് ലോകം സാക്ഷ്യം വഹിച്ചത്. ഈ അധാർമിക പ്രത്യയശാസ്ത്രങ്ങൾ എങ്ങനെയാണ് അധികാരത്തിലെത്തിയത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഏവർക്കും ഒരു സാമാന്യ വിവരവുമുണ്ട്. എന്നാൽ അധികമൊന്നും അറിയപ്പെടാത്ത മറ്റൊരു വസ്തുതയും ജർമ്മനിയിലെ ഹിറ്റ്ലറും
ഇറ്റലിയിലെ മുസോളിനി അവരുടെ രാഷ്ട്രങ്ങളിൽ നിലനിന്നിരുന്ന ഭരണഘടനാനുസൃതമായ വ്യവസ്ഥിതിയിലൂടെ തന്നെയാണ് അധികാരത്തിലെത്തിയത്. അവരുടെ രാഷ്ട്രങ്ങളിലെ ഭരണഘടനാ വ്യവസ്ഥയുടെ ദൗർബല്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ അവർ ഇരുവർക്കും സാധിച്ചു. ഭരണകൂടത്തെ ഏകാധിപത്യത്തിലേക്ക് തിരിച്ചുവിട്ട അവർ സ്വയം ഏകാധിപതികളായി മാറുകയും ഇതിന് സമാനമായ സംഗതി ഇക്കാലത്ത് സംഭവിക്കുന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യവും അമേരിക്കയും ഇന്ന് ഏതുതരം പ്രക്രിയയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. തങ്ങൾ RSS പശ്ചാത്തലത്തിൽ അഭിമാനിക്കുന്നു എന്ന് പരസ്യമായി പറയാൻ മടിയില്ലാത്തവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് എല്ലാ മുസ്ലിമുകളെയും തുടച്ചു നീക്കുമെന്ന്, മുസ്ലിങ്ങളെ അമേരിക്കയിലേക്ക് പ്രവേശിപ്പിക്കുകയില്ലെന്നും യുണൈറ്റഡ് നേഷൻസ് അടച്ചുപൂട്ടുമെന്നും ശല്യക്കാരായ മാധ്യമങ്ങളെ നിരോധിക്കുമെന്നും അമേരിക്കയുടെ 45ാം പ്രസിഡന്റായി സ്ഥാനമേറ്റ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരേ സ്വഭാവത്തിലുള്ള ഈ രണ്ട് രാജ്യങ്ങളിലും ഭരണാധികാരികളായി വന്നിരിക്കുന്നു. ഇത് രണ്ട് രാജ്യങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലെ സഹജമായ ദൗർബല്യങ്ങൾ മുതലെടുത്തുകൊണ്ടാണ്. പുതിയ കാലത്ത് വ്യത്യസ്തമായ ഒരു പാതയിലൂടെയാണ് ഇന്ത്യ ഇന്ന് സഞ്ചരിക്കുന്നത്. ഗോൾവാൾക്കർ തീർത്ത വഴിയാണ്. ഈ ഗോൾവാൾക്കറെ വെറുപ്പിന്റെ ഗുരു എന്നാണ് പ്രമുഖ ചരിത്രകാരൻ രാമേന്ദ്ര ഗുഹ വിശേഷിപ്പിച്ചത്. ഹിന്ദുത്വ രാഷ്ട്രീയത്തോടും ഇന്ത്യയുടെ ജനാധിപത്യ മതേതര ഭരണഘടന മാറ്റി പകരം മനുസ്മൃതി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളോടും പ്രതിജ്ഞാബദ്ധമാണ് കേന്ദ്രത്തിലുള്ള ഭരണ സംവിധാനം. എതിർപ്പിന്റെ ശബ്ദത്തെ അവർ ഭയക്കുന്നു. ജനാധിപത്യമല്ല, ഏകാധിപത്യമാണ് അവരുടെ ഇഷ്ടവിഷയം. അതാണ് വ്യത്യസ്ത അഭിപ്രായമുള്ളവരുടെ തലയെടുക്കാൻ അവർ ആഹ്വാനം ചെയ്യുന്നു. മതത്തെയും രാഷ്ട്രീയത്തെയും കുറിച്ച് ഒട്ടേറെ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു കാലമാണ്. മനുഷ്യന്റെ അത്യാഗ്രഹവും പ്രതികാര ചിന്തയും ക്രോധവും നിയന്ത്രിക്കുകയും സഹാനുഭൂതിയും സമാധാനവും വളർത്തുകയുമാണ് മതങ്ങളുടെ പ്രാഥമികമായ ലക്ഷ്യം. മതഭ്രാന്തിനും പരസ്പര വിദ്വേഷത്തിനും അക്രമത്തിനും ഉദ്ദേശിക്കുന്നതല്ല മതം. ഇവയെല്ലാം തന്നെ മതത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് എതിരാണ് എന്നതാണ് പരമാർത്ഥം. മാനവികതയുടെ അടിസ്ഥാന പ്രമാണം സഹാനുഭൂതിയാണ്. അതുകൊണ്ടാണ് ദരിദ്രർക്കും വിധവകൾക്കും നിരാലംബർക്കും വേണ്ടി സ്വന്തം സമ്പത്ത് വിനിയോഗിക്കണമെന്ന് മുഹമ്മദ് നബി തന്റെ ശിഷ്യന്മാരെ
നിരന്തരം ഉപദേശിച്ചു. പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് സമ്പത്ത് കുന്നുകൂട്ടുന്നതിനെതിരായി പ്രവാചകനായ മുഹമ്മദ് നബി പ്രവർത്തിച്ചതുകൊണ്ടാണ് മക്കയിലെ നാട്ടുമുക്കന്മാർ മദീനയെ ആക്രമിച്ചത്. ഖുർആന്റെ പ്രദർശനം സമഗ്രമായ മാനവിക ദർശനം തന്നെയാണെന്ന് അതിന്റെ ശ്രദ്ധാപൂർവമായ വായന നമ്മെ ബോധ്യപ്പെടുത്തും. മാനുഷിക സമത്വത്തെക്കുറിച്ചുള്ള അത്യുന്നത പാഠങ്ങളാണ് അത് പകർന്നു നൽകുന്നത്. ഖുർആന്റെ മൂലാധാരങ്ങൾ നീതി, നന്മ, അനുഗ്രഹം, വിവേകം എന്നിവയാണെന്നും അങ്ങനെ നോക്കിയാൽ യുദ്ധമല്ല സമാധാനമാണ് ഇസ്ലാമിന്റെ അടിത്തറയെന്നും കാണാൻ കഴിയും. സഹകരണത്തിന്റെയും നന്മയുടെയും വാതിലുകൾ ഖുർആൻ മലർക്കെ തുറന്നുകൊടുക്കും. നന്മയിലും പുണ്യത്തിലും ആരുമായും സഹകരിക്കുക, തിന്മയിലും കുറ്റകൃത്യങ്ങളിലും ആരുമായും സഹകരിക്കാതിരിക്കുക എന്നാഹ്വാനം ചെയ്തുകൊണ്ട് പുരോഗതിയുടെയും സമാധാനത്തിന്റെയും വിശാല ഇടങ്ങൾ അത് കാണിച്ചു കൊടുക്കുന്നു. മതനിരപേക്ഷത ആപൽക്കരമായ ഭീഷണി നേരിടുന്ന ഘട്ടത്തിൽ തങ്ങൾ ഒറ്റയ്ക്ക് അതിനെ നേരിട്ട് തോൽപ്പിക്കാനാവും എന്ന് ഒരു കൂട്ടരും കരുതരുന്നു. യോജിക്കാവുന്ന എല്ലാവരുമായി ചേർന്ന് വിശാലമായ ഐക്യത്തോടെ വർഗീയതയുടെ ഏകാധിപത്യ പ്രവണതകളെ നേരിടുകയാണ് വേണ്ടത്. മതനിരപേക്ഷ ഭാഗത്ത് വിയോജിപ്പോ ശൈഥില്യമോ ഉണ്ടായ ഫാസിസ്റ്റ് സ്വഭാവമുള്ള വർഗീയ ശക്തികൾ അതിൽ നിന്ന് മുതലെടുക്കുകയും അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വിശാലമായ യോജിപ്പും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങളുമാണ് ആവശ്യം. അതുണ്ടായാൽ മാത്രമേ നമ്മുടെ മതനിരപേക്ഷതയെ രക്ഷിക്കാനാവും. മതനിരപേക്ഷത സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളും മതനിരപേക്ഷമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. വർഗീയതയുമായി സമരസപ്പെടാത്ത സമീപനം സ്വീകരിക്കണം. വർഗീയതയെ ശക്തമായി എതിർക്കുന്ന നിലപാട് സ്വീകരിക്കണം. അതിലൂടെ മാത്രമേ മതനിരപേക്ഷത പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനാവും, ജനങ്ങളെയും രക്ഷിക്കാനാവും. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം യോജിച്ചണിനിരക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഉപയോഗിക്കണം. തികച്ചും പുരോഗമനപരമായ സന്ദേശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് സാമുദായിക സൗഹാർദ്ദവും മതമൈത്രിയും തീവ്രവാദ വിരുദ്ധ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തുടർന്ന് പ്രവർത്തിക്കാൻ ഈ പണ്ഡിത സംഘടനയ്ക്ക് കഴിയുമെന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത്. നിങ്ങൾ കാട്ടുന്ന മനുഷ്യത്വപരമായ യോജിപ്പിന്റെ മാതൃകകൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് സ്നേഹാഭിവാദനം.